സന്തോഷധ്വനിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അഹങ്കാരം എന്താണ്? ഏറ്റവും ലളിതമായി പറഞ്ഞാൽ അത് സ്വസ്നേഹം എന്നതാണ്. പ്രിയമുള്ളവരെ, തിരുവചനം ഇപ്രകാരം പറയുന്നു: ഗർവമുള്ള കണ്ണും അഹങ്കാര ഹൃദയവും ദുഷ്ടന്മാരുടെ ദീപവും പാപം തന്നെ. നാശത്തിനു മുൻപേ ഗർവം, വീഴ്ചയ്ക്ക് മുൻപേ ഉന്നതഭാവം. പ്രിയമുള്ളവരെ, ഒരു വ്യക്തിയുടെ ജീവിതം നശിപ്പിക്കാൻ കഴിയുന്ന മാരകമായ പാപങ്ങളിലൊന്നാണ് അഹങ്കാരം. അഹങ്കാരത്തിൻ്റെ സ്വഭാവം കാരണം അത് കണ്ടെത്താൻ പ്രയാസമാണ്. അഹങ്കാരം അപകടകരമായ പാപമാണ്. ഗർവം, ദുരഹങ്കാരം, അധികാരഭാവം, ധിക്കാരം, ഔദത്യം, ധാർഷ്ട്യം എന്നിങ്ങനെ പോകുന്നു അഹങ്കാരത്തിൻ്റെ മറ്റു ഭാവങ്ങൾ. അഹങ്കാരത്തിന് കാരണം സ്വാർത്ഥതയാണ്. അത് സ്വയം ആശ്രയത്വമാണ്. സ്വയം ആശ്രയത്വം എന്ന് വെച്ചാൽ ഒന്നാമതായി ദൈവത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യ മനോഭാവം, അതായത് എനിക്ക് ദൈവത്തെ ആവശ്യമില്ല എന്ന തോന്നൽ. രണ്ടാമതായി നന്ദികേടിൻ്റെ ആത്മാവ്. മൂന്നാമതായി മറ്റുള്ളവരെക്കാൾ മികച്ചതായി സ്വയം വിലയിരുത്തൽ. പ്രിയമുള്ളവരെ, വചനം ഇപ്രകാരം പറയുന്നു: തനിക്ക് തന്നെ ജ്ഞാനി എന്ന് തോന്നുന്ന ഒരു മനുഷ്യനെ നീ കാണുന്നുവോ? അവനെക്കുറിച്ചുള്ളതിനേക്കാളും മൂഢനെക്കുറിച്ച് അധികം പ്രത്യാശയുണ്ട്. ശ്രദ്ധിക്കുക. ഒരു മദ്യപാനിക്ക് താൻ ഒരു മദ്യപാനിയാണെന്നറിയാം. ഒരു കള്ളന് താൻ ഒരു കള്ളനാണെന്നറിയാം. എന്നാൽ ഒരു അഹങ്കാരിക്ക് സ്വന്തം തെറ്റ് കാണാൻ കഴിയില്ല. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ ദൈവത്തിൻ്റെ പൈതലേ, ശുദ്ധമായ ഒരു ഹൃദയം ഉണ്ടായിരിക്കേണ്ടത് പ്രധാനമാണ്. കാരണം നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അവസ്ഥയാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ദിശ നിർണ്ണയിക്കുന്നത്. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അഹങ്കാരത്തിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? അവർ ഏറ്റവും മികച്ചവരാകാൻ, ഒന്നാം സ്ഥാനക്കാരാകാൻ ആഗ്രഹിക്കുന്നു. അവർ പരമാവധി ചെയ്യുന്നതിൽ അവർ തൃപ്തരല്ല. അവർ പലപ്പോഴും തങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു. മാത്രവുമല്ല, ശ്രദ്ധാകേന്ദ്രം അവർ ആയിരിക്കണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നു. അവർക്ക് ഒരു മത്സര മനോഭാവമുണ്ട്. സഭയിൽ പ്രാർത്ഥനാ ജീവിതത്തിൻ്റെ അഭാവം അഹങ്കാരത്തിൻ്റെ ലക്ഷണമാണ്. മറ്റുള്ളവരുടെ പ്രവൃത്തികളുടെ ബഹുമതി അവർ ഏറ്റെടുക്കുന്നു. തങ്ങൾക്ക് താഴെയുള്ളതാണെന്ന് അവർ വിശ്വസിക്കുന്ന ജോലികൾ ചെയ്യാൻ വിസമ്മതിക്കുന്നു. അഹങ്കാരികളായ ആളുകൾ മറ്റുള്ളവരെക്കാൾ ശ്രേഷ്ഠരാണെന്ന് അവർക്ക് തോന്നുന്നു. മറ്റുള്ളവർ വിജയിക്കുമ്പോൾ സന്തോഷിക്കുന്നത് അവർക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ചെയ്ത തെറ്റ് അവർ നിഷേധിക്കുന്നു. ക്ഷമാപണം നടത്താൻ അവർക്ക് കഴിയില്ല. അതായത് സ്വയം പര്യാപ്തതയുടെ മനോഭാവം. തെറ്റുകൾക്കൊരു തരത്തിലുള്ള വിമർശനമോ തിരുത്തലോ സഹിക്കാൻ കഴിയില്ല. അവർക്ക് എപ്പോഴും ഒരു ഒഴിവ് കഴിവുണ്ടായിരിക്കും, അല്ലെങ്കിൽ സ്വയം ന്യായീകരിക്കാൻ ശ്രമിക്കും. സൗന്ദര്യം, കഴിവ് തുടങ്ങിയ കാര്യങ്ങൾക്ക് അവർ പ്രശംസ സ്വീകരിക്കുന്നു. ഇവയൊക്കെ ദൈവം നൽകിയ സമ്മാനങ്ങളായി കാണുന്നതിൽ അവർ പരാജയപ്പെടുന്നു. പ്രിയമുള്ളവരെ, ദൈവം അഹങ്കാരത്തെ വെറുക്കുന്നു. അഹങ്കാരം വരുമ്പോൾ ലജ്ജയും വരുന്നു. താഴ്മയുള്ളവരുടെ പക്കലോ ജ്ഞാനമുണ്ട്. ഗർവമുള്ള ഏവനും യഹോവയ്ക്ക് വെറുപ്പ്, അവന് ശിക്ഷ വരാതിരിക്കയില്ല എന്നതിന് ഞാൻ കൈയടിക്കുന്നു എന്ന് സദൃശ്യവാക്യം 16-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, കർത്താവ് വെറുക്കുന്ന 6 കാര്യങ്ങളുണ്ട്. അഹങ്കാരമുള്ള കണ്ണുകൾ, കള്ളം പറയുന്ന നാവ്, നിരപരാധികളുടെ രക്തം ചൊരിയുന്ന കൈകൾ, ദുഷ്ടമായ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്ന ഹൃദയം, തിന്മയിലേക്ക് വേഗത്തിലോടുന്ന കാലുകൾ, കള്ളം പറയുന്ന കള്ളസാക്ഷി, സമൂഹത്തിൽ സംഘർഷം സൃഷ്ടിക്കുന്ന വ്യക്തി എന്നിവ. ശ്രദ്ധിക്കുക. അഹങ്കാരത്തെ എങ്ങനെ കൈകാര്യം ചെയ്യാം, അതെങ്ങനെ തിരിച്ചറിയാം? വ്യക്തിപരമായി ഒന്ന് പരിശോധിക്കുക. നിങ്ങൾക്ക് അഹങ്കാരമുള്ള മേഖലകൾ കാണിച്ചു തരുവാൻ ദൈവത്തോട് ആവശ്യപ്പെടുക. അതിനായി പ്രാർത്ഥിക്കുക. ഓരോ തെറ്റും ഏറ്റുപറയുകയും അനുദപിക്കുകയും ചെയ്യുക. നിങ്ങൾ സ്വയമായി നിരന്തരം നിങ്ങളെ ശ്രദ്ധിക്കുക. എല്ലാ ദിവസവും ദൈവവചനം വായിക്കുക. വചനം വായിക്കുമ്പോൾ അത് നിങ്ങളെ നിയന്ത്രണത്തിലാക്കും. ബൈബിൾ വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുക. മറ്റുള്ളവരെ സേവിക്കുക. എന്നാൽ തിരിച്ചൊന്നും പ്രതീക്ഷിക്കരുത്. നിങ്ങളും ഈ വിധമായിരിക്കുന്ന തെറ്റുകളിലൂടെ കടന്നു വന്ന വ്യക്തിയാണെന്ന് ഓർമ്മിക്കുക. ദൈവം നിങ്ങളെ രക്ഷിച്ചത് എന്തിൽ നിന്നാണ്, ഏതവസ്ഥയിൽ നിന്നാണ് എന്ന് ഇടയ്ക്കിടെ ഓർമ്മിക്കുക. അങ്ങനെ നിങ്ങൾ മറ്റുള്ളവരെ വിധിക്കില്ല. മാത്രവുമല്ല, മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുന്നത് നിർത്തുക. പ്രിയമുള്ളവരെ, സാത്താനെ സ്വർഗത്തിൽ നിന്ന് വീഴ്ത്തിയത് അഹങ്കാരമാണെന്ന് നാം ഓർക്കണം.
ദൈവത്തെ അനുസരിക്കാതെയും അവനേക്കാൾ ഉന്നതനാകാൻ ആഗ്രഹിച്ചും അവൻ ദൈവവുമായുള്ള ബന്ധം നഷ്ടപ്പെടുത്തി. ആരും ദൈവത്തിന് മുകളിലല്ല. അതിനാൽ സർവശക്തൻ്റെ മുൻപാകെ നമുക്ക് നമ്മെ തന്നെ താഴ്ത്താം. തമ്മിൽ ഐക്യമത്യമുള്ളവരായി വലിപ്പം ഭാവിക്കാതെ എളിയവരോട് ചേർന്നുകൊള്ളുവിൻ. വിശുദ്ധ പൗലോസ്ലിഹ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു: ഭാവിക്കേണ്ടതിനും മെയ്തെ ഭാവിച്ചുയരാതെ ദൈവം അവനവനും വിശ്വാസത്തിൻ്റെ അളവ് പങ്കിട്ടതുപോലെ സുബോധമാകും വണ്ണം ഭാവിക്കണമെന്ന് ഞാൻ എനിക്ക് ലഭിച്ച കൃപയാൽ നിങ്ങളിൽ ഓരോരുത്തരോടും പറയുന്നു. ശ്രദ്ധിക്കുക, അഹങ്കാരം ജീവിതങ്ങളെ നശിപ്പിക്കുന്നു. അത് ബന്ധങ്ങളെ തകർക്കുകയും എല്ലായിടത്തും പൊരുത്തക്കേടുകൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു. നിങ്ങളുടെ ഹൃദയത്തിൽ ഏതു വിധത്തിലെങ്കിലും അഹങ്കാരം ഉണ്ടെന്ന് നിങ്ങൾ കരുതുന്നുവെങ്കിൽ ദാവീദിൻ്റെ സങ്കീർത്തനം 51-ാം അധ്യായത്തിൽ നിന്നുള്ള പശ്ചാത്താപ സങ്കീർത്തനം നമുക്ക് ഏറ്റുപറയാം. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവമേ, എന്നിൽ ഒരു നിർമ്മല ഹൃദയം സൃഷ്ടിക്കണമേ. എൻ്റെ ഉള്ളിൽ ഒരു സ്ഥിരമായ ആത്മാവിനെ പുതുക്കണമേ. നിൻ്റെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ. നിൻ്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ. എന്നെ താങ്ങാൻ മനസ്സൊരുക്കമുള്ള ഒരാത്മാവിനെ എനിക്ക് തരണമേ. ക്രിസ്തുവിലുള്ള നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകട്ടെ.